രജകാവ്യ താളരാഗവരി മാഞ്ഞുവോ കാലമെങ്ങോ കുളിരാകെ കാറ്റു വീശുമതിൽ നിന്റെ മായ ഞാൻ കണ്ടു. ഫസ്റ്റ് ഞാൻ ചെയ്തത് ജസ്റ്റ് ബോയ് എന്നും പറഞ്ഞൊരു കൊറിയൻ. കഥകളിയോ പടയണിയടവായി കളരികളിലെ മുറകളും അവനായി തകതിമിതക കൊട്ടിൽ കലഹം. എന്നിട്ട് എന്റെ തുളസി കണ്ടൊരു വീഡിയോ ഒരാളാണ് എൻ്റെ അടുത്ത് ഗഹറാഹുവ സോങ് ചെയ്യാൻ വേണ്ടി. നിന്നിഴൽ വെയിൽ തഴുകിയതനുരാഗമായി വരും കനവുകളിലെ തൂതുപോലവൾ മാലാകയോ. അത് ഞാൻ കുറെ പേര് എൻ്റെ അടുത്ത് 2-3 നോർത്ത് ഇന്ത്യൻസ് ഒന്ന് ഇത് പാടിക്കോട്ടെ എന്നൊക്കെ ചോദിച്ച് എനിക്ക് ഇഷ്ടമായി. പ്രൈവറ്റ് ബസ്സിലെ പാട്ടുകള് പ്രത്യേക ഫീലാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കണ്ടൊരനാൾ മുതൽ കൺമണി നീ എന്റെ നെഞ്ചിലായി കേറിയില്ലേ, കാണും കിനാവിലായി ഇപ്പൊ ഈ ഡബിങ് സോങ്സ് എന്നൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ നമ്മളെ കൈരളി ടിവിനെയാണ് എല്ലാവരും. മഴൽ മനോരമയില് നമ്മുടെ അല്ലു അർജുന്റെ പടമാണെങ്കിലും പാട്ട് ബദ്രിനാഥിലെ സോങ്സ് ഒക്കെ കേട്ട് ഞാൻ അങ്ങനെ ആർക്കും അറിഞ്ഞൂടാ. ആക്ച്വലി ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞു തുടങ്ങിയത്. ഞാൻ പാടുന്നറിയാം, ഞാൻ എഴുതണത് എന്റെ വീട്ടില് മാത്രമേ അറിയുള്ളൂ. പിന്നെ മറ്റേ ഹൃദയത്തില് പാടിയാണ്. മോഹമാരനെ മാറിലലിഞ്ഞു ഞാൻ മേഘത്തൂവൽ പൂവിതളാലെ. ഇൻഫ്രേം മീഡിയയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം കൂടെ എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാവരും പാട്ട് ആസ്വദിക്കുന്നവരാണല്ലേ. ഇപ്പൊ പല ഭാഷയിലുള്ള പാട്ടുകൾ നമ്മൾ കേൾക്കാറുണ്ട്. സ്വന്തമായ രീതിയിൽ മലയാളത്തിൽ പല ഭാഷകളിൽ പാട്ടുകൾക്ക് വരികൾ എഴുതി സോഷ്യൽ മീഡിയയിൽ നമുക്ക് മുന്നിൽ എത്തിക്കുന്ന ഹിതേന്ദ്ര ഹരിയാണ് ഇന്ന് നമ്മളോടൊപ്പം കൂടെ എത്തിയിരിക്കുന്നത്. നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ടു ഇൻഫ്രേം മീഡിയ. ഞാൻ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് പേരിൽ നിന്നാണ് കേട്ടോ. ഹിതേന്ദ്ര ഹരി, എന്താണ് ആ പേരിന്റെ ഒരു മീനിങ്? പേരിന് എന്റെ അമ്മയാണ് ഈ പേരിട്ടത്, ഹിതേന്ദ്ര ഹരി എന്നുള്ളത്. അപ്പോ ഹിതേന്ദ്ര ഇത് ഞാൻ നോക്കിയപ്പോ എന്താണ് ഇഷ്ടമുള്ളവൻ, സ്നേഹമുള്ളവൻ എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. അപ്പോ അതാണ് അതിന്റെ മീനിങ്. അതാണ് മീനിങ്. അങ്ങനെയാണോ? അങ്ങനെയാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. അതെ അതെ, പ്രിയപ്പെട്ടവനാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് പാട്ട് കേൾക്കുന്നത് ഈ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടാണ് കേട്ടോ. തുളസി പാട്ടായിരുന്നു ആദ്യം ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാം? അതായത് സ്വന്തമായ രീതിയിൽ പല ഭാഷകൾക്ക് മലയാളത്തിലെ വരികൾ എഴുതാമെന്ന് തോന്നി തുടങ്ങിയത് എന്ന് മുതലായിരുന്നു? മലയാളത്തിൽ ഞാൻ എഴുതിയിരുന്നു. അതായത് ഞാൻ എഴുതാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ആക്ച്വലി സിംഗറാണ്. അപ്പോ പാടിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് +1 പഠിക്കുമ്പോ എൻ്റെ ഒരു ഫ്രണ്ട്, അപ്പൊ അവൻ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്യാൻ പോണായിരുന്നു. അപ്പൊ അവൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് പാട്ട് എഴുതാൻ ആരെങ്കിലും അറിയോ എന്നാണ് ഫസ്റ്റ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ലടാ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എന്നാ പിന്നെ നീ ഒന്ന് എഴുതി നോക്കുന്ന പറഞ്ഞ് അങ്ങനെയാണ് എഴുതാൻ തുടങ്ങിയത്. അങ്ങനെ എഴുതി നോക്കിയപ്പോ എനിക്ക് അത് ഇൻട്രസ്റ്റഡ് ആയി. ഞാൻ പിന്നെ കുറച്ച് ഇടയ്ക്ക് ബുക്കൊക്കെ ഇങ്ങനെ വായിക്കുമായിരുന്നു. വലിയ വായനയില്ല, ചെറുതായിട്ടൊരു വായന. അപ്പൊ അങ്ങനെ എഴുതി പിന്നെ ചില റാപ്പൊക്കെ അങ്ങനെ എഴുതിണ്ടായിരുന്നു. അത്ര വയറായില്ല, അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എഴുതിയാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഇങ്ങനെ പാട്ട് പാടി ഇങ്ങനെ ഇടുമായിരുന്നു. അപ്പോഴാണ് ഡിഫറെന്റ് ആയിട്ട് വേറൊരു സ്കിൽ ഉണ്ടല്ലോ എഴുതുന്ന. അപ്പൊ ഇങ്ങനെ ചെയ്ത് നോക്കാന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് ഞാൻ ചെയ്തത് ജസ്റ്റ് ബോയ് എന്നും പറഞ്ഞൊരു കൊറിയൻ സോങ്, കൊറിയനോ ചൈന. അപ്പൊ അത് ട്രെൻഡ് ആയപ്പോ ഞാൻ അതിന്റെ മീനിങ് വെച്ചല്ല, എന്റെ ഒരു രീതിയിൽ എനിക്കൊരു വരി കിട്ടി. പെട്ടെന്ന് അത് എഴുതിയപ്പോ അത് ഇട്ടപ്പോ അതാണ് ഫസ്റ്റ് വൈറൽ സോങ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തുളസി സോങ്. രണ്ടാമത്തെ പാട്ടാണ് തുളസി. തുളസി പാട്ട് ട്രെൻഡിങ് ആയിട്ട് ടൈമിലായിരുന്നു. അപ്പൊ പെട്ടെന്ന് രാത്രി പെട്ടെന്ന് വരികയാണ്. അപ്പൊ തന്നെ എഴുതി അന്നെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തപ്പോ അതും വൈറലായി. അത് കഴിഞ്ഞിട്ട് എന്റെ തുളസി കണ്ടൊരു വീഡിയോ ഒരാളാണ് എൻ്റെ അടുത്ത് ഗഹറാഹുവ സോങ് ചെയ്യാൻ ചോദിച്ചു. ഗഹറാഹുവ ഞാൻ കേട്ടിട്ടുണ്ടായില്ല. അപ്പൊ ഞാൻ കേട്ടപ്പോ കൊള്ളാമെന്ന് വിചാരിച്ച് അത് ഇതുപോലെ രാത്രി നിന്ന് പെട്ടെന്ന് ഇങ്ങനെ വരി വന്നപ്പോ എഴുതി അത് വിട്ടപ്പോ അതാണ് ഭയങ്കരമായിട്ട് വൈറലായത്. അത് 2.3 മില്യൺ വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറെ സെലിബ്രിറ്റികൾ കമന്റ്, അങ്ങനെ കുറെ കാര്യങ്ങളാണ്. അതിൽ നിന്നാണ് എനിക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വന്നു തുടങ്ങിയത്. അപ്പോ അതിപ്പോ റിലീസ് ആയി, അത് ഒഫീഷ്യലായിട്ട് സരിഗമ മലയാളത്തില് ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് ചെയ്തത് അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഫുള്ളായിട്ട് എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു.
അപ്പൊ അത് ഫുള്ളായിട്ട് എഴുതി റിലീസായത്. ഇപ്പൊ ഒരു കഴിഞ്ഞ മന്താണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ആദ്യം ഒന്ന് പാടിയല്ലോ. തേരിറങ്ങും മുകിലേ മഴത്തൂവലൊന്നു തരുമോ, നോവലിഞ്ഞ മിഴിയിൽ ഒരു സ്നേഹനിദ്രയെഴുതാൻ, ഇരുൾ മൂടിയാലുമെൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ. തേരിറങ്ങും മുകിലേ മഴത്തൂവലൊന്നു തരുമോ. സൂപ്പർ. ഇപ്പൊ വരികൾ എഴുതുമ്പോ ഉണ്ടല്ലോ, ആ പാട്ടിന്റെ ഫീൽ അനുസരിച്ചുള്ള വരികൾ എഴുതാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത്? ഞാൻ ആക്ച്വലി വെച്ചാൽ ആ ഒറിജിനൽ വരിയുടെ മീനിങ് ഞാൻ ChatGPT വെച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത് എടുക്കാറുണ്ട്. പിന്നെ അതില് അവർ ഉദ്ദേശിക്കുന്ന സാധനമൊക്കെ ചിലയിലൊക്കെ ഞാൻ ഉൾപ്പെടുത്തുന്നു. പിന്നെ മലയാളത്തിലെ വേർഡ്സും അതും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോ മീറ്ററില് നല്ല ഭംഗിയാക്കാനാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ ലവ് സോങ് ആണെങ്കിൽ നമുക്കറിയാലോ, ലവ് സോങ് ആണ്. അപ്പൊ അതിനനുസരിച്ചുള്ള വരികൾ ഉൾപ്പെടുത്തിയിട്ട് എഴുതും. അങ്ങനെ ഇപ്പൊ ഈ ഡബിങ് സോങ്സ് എന്നൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ, നമ്മളെ കൈരളി TVനെയാണ് എല്ലാവരും ആദ്യമായിട്ട്. ഇന്നലെ ഞാനിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ടൈമിലും മറ്റേ നമ്മുടെ ശശിയുടെ കടയിലെ പോലെ അത് ചെയ്യുമെന്ന് ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ അത് കേട്ടിട്ട് കുറെ പേര് ഇങ്ങനെ പറയുമല്ലോ, അതായത് ഇപ്പൊ കൈരളി TVക്ക് വേണ്ടിയിട്ട് സോങ് എഴുതാമോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ സജഷൻ വരാറുണ്ടോ? ടിവിയിൽ ട്രൈ ചെയ്തൂടെന്ന് ചോദിച്ചു. ചിലവര് കൈരളി TVയിൽ പോകണ്ട, അവര് കൊളാക്കി തരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കുറെ കമന്റ് ഒക്കെ വരും. എപ്പോഴും കൈരളിയാണ് ഫുള്ള്. ഇപ്പൊ ഞാൻ ഈ പാട്ടിട്ടാലും അതിൽ മെൻഷൻ ഉണ്ടാവും കൈരളി കാണുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ. പക്ഷെ നമ്മൾ നോക്കുമ്പോ ഇപ്പൊ മഴൽ മനോരമയില് നമ്മുടെ അല്ലു അർജുന്റെ പടമാണെങ്കിലും മറ്റേ ഏത് പടം വന്നാലും അതില് നല്ല ക്വാളിറ്റി പാട്ട്, ബദ്രിനാഥിലെ സോങ്സ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം ഇപ്പൊ പ്രഭാസ് അങ്ങനത്തെ വലിയ വലിയ സ്റ്റാർസിന്റെ പടങ്ങളിലെ പാട്ടൊക്കെ എല്ലാം അടിപൊളിയാണ്. പക്ഷേ അതിൽ പിന്നെ ട്രൈ ചെയ്യാലോ, നല്ലതാണല്ലോ. പിന്നെ അതിലേക്ക് ട്രൈ ചെയ്യണ്ടല്ലോ. ഞാൻ ട്രൈ ചെയ്തിരുന്നു. സാമജവരകമനയുടെ ചെറുതായിട്ട് ഞാൻ എന്റെ ഒരു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു മലയാളത്തിലേക്ക് എഴുതിയ വരികളില് ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടാമോ? ഞാനിപ്പോ ഇറങ്ങിയ സോങ്ങിന്റെ പാടാം. നിന്നിഴൽ വെയിൽ തഴുകിയതനുരാഗമായി വരും കനവുകളിലെ തൂതുപോലവൾ മാലാകയോ, നിന്നിഴൽ ഇരുൾ മഴകളിലൊരു തുള്ളിയായി തൊടും മെല്ലെ വീഴും ഒരു പ്രേമമായി നദി ഒഴുകുന്നുവോ, കിതാബിലെ മൊഹാബത്തിൽ ഞാൻ എഴുതി വരൂ പ്രിയേ, എൻ ശ്വാസമേ എൻ റൂഹിലെ നൂറകലേ സഖി വരൂ, എൻ പ്രാണനായി എൻ കാതലേ എൻ ജീവനായി നീ അഴകായി നിന്നിടൽ വെയിൽ. എന്ത് വരികളായിരിക്കും! അതിപ്പോ ഇതാണോ ഒറിജിനൽ പാട്ടെന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള വരികൾ. അത് ഞാൻ കുറെ പേര് എന്റെ അടുത്ത് 2-3 നോർത്ത് ഇന്ത്യൻസ് ഒന്ന് ഇത് പാടിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഇഷ്ടമായി, ഹിന്ദിനേക്കാളും ഇതാണ് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ. അത് ശരി. ഇപ്പൊ ഒരു പാട്ട് കൈ കിട്ടിക്കഴിഞ്ഞാ എന്താ ആദ്യം ശ്രദ്ധിക്കാം? പാട്ട് കിട്ടിക്കഴിഞ്ഞാല് വരി തന്നെയാണ് അതിനൊരു മീറ്റർ ഉണ്ടാവുമല്ലോ. നമ്മുടെ പോലെ ഇരിക്കില്ല തെലുങ്കിലെയും ഹിന്ദിയിലെയൊക്കെ സോങ് പറയണത്. അപ്പോ അതാണ് അത് ശ്രദ്ധിക്കുക. പിന്നെ അതിനനുസരിച്ച് എഴുതി നോക്കും. കുറെ ഇങ്ങനെ എഴുതിയാണ് ശരിയാണ്. പക്ഷെ ഈ ഗഹ്റാവ് തുളസിയൊക്കെ ഞാൻ ഒരൊറ്റ പെട്ടെന്ന് കിട്ടിയ വരികളാണ്. അപ്പൊ തന്നെ എഴുതിയ വരികളാണ്. എത്ര സമയം എടുക്കും എഴുതാനായിട്ട്? അത് നമുക്ക് പറയാൻ പറ്റില്ല, പാട്ട് പോലെ അതല്ല, ഇപ്പൊ ഒരു പാട്ട് കിട്ടിക്കഴിയുമ്പോ ഓക്കെ ഇന്ന വരികൾ എന്റെ കയ്യിലുണ്ട്, അതായത് 1 മണിക്കൂർ, അതായത് ദിവസങ്ങൾ എടുത്തിട്ടാണോ പൂർത്തീകരിക്കുന്നത്? ചിലതൊക്കെ ഒരു അരമണിക്കൂറൊക്കെ കൊണ്ടൊക്കെ എഴുതാറുണ്ട്. ചിലതൊക്കെ ചിലപ്പോ നമ്മൾ എഴുതി കൊടുത്ത സാധനം ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെടൂല, ചിലപ്പോ വേറെ മാറ്റി കറക്ഷനൊക്കെ വരും. അപ്പൊ ചിലപ്പോ ഒരു 1-2 ദിവസം എടുക്കും. അതിപോലെ പോകാറില്ല. അങ്ങനെയാണ്. ഇപ്പോ ഈ പാട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവരെ ചെയ്തതില് ഏറ്റവും എനിക്ക് പണി കിട്ടി എന്ന് തോന്നിയ അല്ലെങ്കിൽ ടഫായിട്ട് തോന്നിയ ഒരു പാട്ട് ഏതായിരിക്കും?
ടഫായി എഴുതിയതില്ല. എഴുതിയതിൽ ഇത് തന്നെ ഇരിക്കും, ഗഹ്റാവ് തന്നെ ഇരിക്കും. അത് ഞാൻ ഫസ്റ്റ് 4 വരില്ലേ എഴുതുള്ളൂ. പിന്നെ ബാക്കി അനുപല്ലവി അതിന്റെ ബാക്കി ചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് ടൈം എടുത്തത് ചെയ്താൽ. ഞാൻ ബാക്കി കേട്ടിട്ടുണ്ടായില്ല. അതൊരു 6 മിനിറ്റ് എന്തുകൊണ്ട് സ്പോട്ടിഫൈയിലുള്ളത് 6 മിനിറ്റ് ആണ്. അപ്പൊ അതിനനുസരിച്ച് എഴുതാനാ പറഞ്ഞത്. അപ്പൊ അത് ഫുള്ള് എഴുതിയുണ്ടായിരുന്നു. അതെ. ഇപ്പോ സിംഗർ ആണെന്ന് പറഞ്ഞല്ലോ, എത്ര നാളായിട്ടുണ്ടായിരിക്കും ഈ പാട്ടെന്ന മേഖലയിലേക്ക് കടന്നു വന്നിട്ട്? ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-11 വർഷമായി. ഞാൻ കർണാട്ടിക് മ്യൂസിക് എന്റെ വീടിന്റെ അടുത്തൊരു സാറുണ്ട്. അപ്പൊ ആ സാറിന്റെ അടുത്താണ്, ഗോപൻ സാർ എന്നാണ് പേര്. സാറിന്റെ അടുത്താണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരു കോവിഡ് വരെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് വന്ന് പിന്നെ ഞാൻ പോയിട്ടുണ്ടായില്ല. കുറച്ച് വർക്കും വേറെ പാട്ടിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ചാനലിലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടോ? ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയില് ഞാൻ പണ്ടേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ ചാൻസ് ചെയ്യും. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കുറെ മെസ്സേജ് ചിലവരൊക്കെ റിപ്ലൈ തരാറുണ്ട്. ചില നമ്പർ കിട്ടി അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ വിളിക്കൂല. ഇത് കണ്ടിട്ട് എല്ലാരും വിളിക്കട്ടെ. ഓക്കെ. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഏതായിരിക്കും? ഏത് പാട്ടിന്റെ വരികളായിരിക്കും? തുളസി തന്നെയാണ്. ആ വരികളും കൂടി നമുക്ക് പാടാമോ? ആരോ ഹരികെ ഞാനോ തിരികെ മായും കണിനീരഴകെ ഏതോ ഇരുളേ മായും കനവേ നീയേ തിരികെ വരുമോ? രജകാവ്യ താളരാഗവരി മാഞ്ഞുവോ കാലമെങ്ങോ കുളിരാകെ കാറ്റു വീശുമതിൽ നിന്റെ മായ ഞാൻ കണ്ടു. തുളസി കോമളവേണി നീലവർണ്ണറാണി നിത്യ കല്യാണി എൻ ദേവി തുളസി കോമളവേണി നീലവർണ്ണറാണി നിത്യ കല്യാണി. ഈ പാട്ട് എഴുതിയപ്പോ തോന്നിയിട്ടുണ്ടായിരുന്നോ ഇത് ഇത്രയധികം വൈറലാവുന്നു? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കുറച്ച് റീച്ച് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഇത്രക്ക് ഇതാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ പാട്ടിന് താഴെ വന്ന ഏറ്റവും വലിയൊരു കമന്റ് എന്തായിരിക്കും? അല്ലെങ്കിൽ ഒരു അപ്രിസിയേഷൻ കിട്ടിയത് എന്തായിരിക്കും? ആരുടെ അടുത്തുനിന്നായിരിക്കും അപ്രിസിയേഷൻ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കമന്റ് ഉണ്ടായിരുന്നു. അതായത് മറ്റേ പടത്തില് സിദ്ദിഖ് ഇങ്ങനെ പറയില്ലേ, വയലാർ എഴുതൂ ഇതുപോലെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ കളിയാക്കി പറയാറുണ്ടല്ലോ. പക്ഷെ അതുപോലല്ല നീ വയലാറിനേക്കാളും മുകളിൽ, അങ്ങനെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. കിട്ടുന്നതിൽ ഏറ്റവും നല്ലൊരു കമന്റ് ആയിരുന്നു. അങ്ങനെ വീട്ടിലിങ്ങനെ എല്ലാരും പാട്ടൊക്കെ പാടുവോ? ഇല്ല, വീട്ടില് ആദ്യം പാട്ട് പഠിക്കാൻ പോയത് ചേച്ചിയായിരുന്നു. അപ്പൊ ചേച്ചി കുറച്ച് കഴിഞ്ഞപ്പോ ചേച്ചി നിർത്തി. ചേച്ചി നിർത്തിയപ്പോ ഞാൻ തുടങ്ങി. അപ്പൊ എന്നെ പഠിക്കാൻ വിട്ട് ഞാൻ പിന്നെ അത് തുറന്ന് കൊണ്ടുപോയി. പിന്നെ 10-11 വർഷം പാട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ പാട്ട് ഈ ലാംഗ്വേജ് തിരഞ്ഞെടുക്കുമ്പോ ഏറ്റവും കൂടുതൽ ടഫ് ഏതായിരിക്കും? ടഫ് എനിക്ക് തോന്നുന്നത് ഹിന്ദി ആയിരിക്കും. ഹിന്ദിയിൽ കുറച്ച് പണിയാണ്. തെലുങ്കിൽ പിന്നെ കുഴപ്പമില്ല, ചില സാധനമൊക്കെ ഇങ്ങനെ ഒഴുകി ഒരു ഇതില് വരും. ഇപ്പൊ ഗഹ്റാവ് കുഴപ്പമില്ല. ഗഹ്റാവ് ഒരു മലയാളം ഒരു ഒഴുക്കിലാണ് പോണത്. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് അങ്ങനെ എഴുതാൻ പറ്റിയത്. ഹിന്ദിയിൽ കുറച്ച് പണിയാണ്. ഹിന്ദിയിൽ ഏത് പാട്ടാണ് എഴുതിയിരിക്കുന്നത്? ഹിന്ദിയിൽ ഇപ്പൊ ഗഹ്റാവ്. പിന്നെ ഇന്നലെ ഞാൻ ഒരു സോങ് ഇട്ടുണ്ടായിരുന്നു, പർദേശിയ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാട്ടോ. അത് ഞാൻ ചുമ്മാ ഒരാള് സ്ഥിരമായിട്ട് കമന്റ് വരുന്നത് എന്റെ എല്ലാ വീഡിയോയിലും, പർദേശിയ. അങ്ങനെ ഞാനിവിടെ വരുമ്പോ പാടിക്കണം അല്ലെങ്കിൽ ഒരു പാട്ട് ടാസ്ക് തരണം എന്ന് വിചാരിച്ച പാട്ട് NIS ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ നോക്കുമ്പോ, ഞാൻ ഇന്നലെ രാത്രി അക്കൗണ്ട് സെർച്ച് ചെയ്തപ്പോ ഞാൻ നോക്കുമ്പോ ആ പാട്ട് അതിനകത്ത് കിടക്കുന്നുണ്ട്. അത് ഞാൻ രാവിലെ എണീറ്റപ്പോ പെട്ടെന്ന് ഈ പാട്ട് കേട്ടു. അപ്പൊ ഞാൻ രാവിലെ അപ്പൊ തന്നെ എഴുതി അങ്ങനെ പോസ്റ്റ് ചെയ്ത. ഇപ്പൊ ഈ സരിഗമപ്പാല് പാട്ടൊക്കെ വന്നല്ലോ, എന്താ തോന്നുന്നത്? സന്തോഷം. പ്രതീക്ഷിച്ചില്ല. ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റി വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് വന്നത്. ഇപ്പൊ എനിക്കൊരു പോർട്ട്ഫോളിയോ ഉണ്ട് കൊടുക്കാനായിട്ട്, ഒരു ഇതുള്ളതുകൊണ്ട്. അപ്പൊ ഇതിപ്പോ ഞാനിപ്പോ അയച്ചു കൊടുക്കുമ്പോ അവര് റിപ്ലൈ തരാറുണ്ട്. ഞാൻ ഇങ്ങനെ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു
ദുരന്തറിൽ ഇത് കൊടുക്കണോണ്ട് അവര് റിപ്ലൈസ് തരാറുണ്ട്. സാധാരണ ഞാൻ അതിനും കൊടുക്കുമ്പോ റിപ്ലൈ ഒന്നും കിട്ടാറുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. സിനിമയില് ചാൻസ് കിട്ടിക്കഴിഞ്ഞാല് പിന്നെ സിനിമ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്. അതായത് ഇപ്പൊ വരികൾ എഴുതാനല്ല, പാടാനായിട്ട് അവസരം കിട്ടുമല്ലോ. എന്തായാലും പാടും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ ആരാ? മ്യൂസിക് ഡയറക്ടർ? മ്യൂസിക് ഡയറക്ടറില് ഫസ്റ്റ് പറയുകയാണെങ്കിൽ എനിക്ക് ദീപക് ദേവ്, സുഷിൻ, പിന്നെ തമിഴിലാണെങ്കിൽ അനിരുദ്ധ്. റാപ്പ് സോങ്സ് പാടും അല്ലെങ്കിൽ എഴുതും? പാടാറില്ല, എഴുതാറുള്ളൂ. ഏത് പാട്ടാ എഴുതിയേ? അത് ഇതുപോലെ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. അതിന്റെ തീം എന്ന് പറയുന്നത് ഒരു കീറി 500 കിട്ടിയിട്ട് അത് മാറ്റാൻ പറ്റുള്ള ഓരോ സ്ഥലത്ത് പോയി. അപ്പൊ അതാണ് അതിന്റെ ഇടയിൽ തന്നെ ഒരു പാട്ടാണ്. അപ്പൊ അത് വെച്ചിട്ട് ചുമ്മാ ഒരു ലോക്കൽ നമ്മുടെ ഒരു ലാംഗ്വേജിൽ അതൊന്ന് അത് എനിക്ക് പാടാറിഞ്ഞു. വരികൾ കയ്യിലുണ്ടോ? വരികളില്ല, അത് യൂട്യൂബിൽ കിടക്കണ. യൂട്യൂബ്. ഞാൻ കുറച്ച് മറ്റേ എന്താ സിനിമയില് പാട്ട് എഴുതുന്ന ആൾക്കാരുടെ പേര് പറയാം. അത് വെച്ചിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്നിട്ട് ലാസ്റ്റ് ഒരു പാട്ട് പാടണം അദ്ദേഹത്തിന്റെ. പറയണം? പാടണം. ഓക്കെ, തരട്ടെ? ഓക്കെ. വയലാർ ഓർ ONV കുറുപ്പ്? വയലാർ ഓർ കൈതപ്രം? കൈതപ്രം ഓർ ബിജു തിരുമല? കൈതപ്രം ഓർ ശ്രീകുമാരൻ തമ്പി? കൈതപ്രം ഓർ യൂസഫ് അലി കേച്ചേരി? കൈതപ്രം ഓർ BK ഹരിനാരായണൻ? ടാസ്ക് ആണോ? കൈതപ്രം ഓർ ഗിരീഷ് പുത്തഞ്ചേരി? അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പാടാം. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നിന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. പല നാളലഞ്ഞ മറുയാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമേ, മിഴികൾക്കു മുൻപിലിതളാർന്നു നീ പിരിയാനൊരുങ്ങി നിൽക്കയോ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നിന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. സൂപ്പർ. ഇപ്പോ റിയാലിറ്റി ഷോസ് ഒക്കെ പങ്കെടുക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു, പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം പോയത് അമൃത ടിവിയിലെ ഒരു അതിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ഥിരമായിട്ട് പോകണമെന്നാണ് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിലെയും മറ്റേ സരിഗമപ്പ അതിൽ പോകാറുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് പോകണേണ്. അങ്ങനെയാണ്. ഓക്കെ. ഇപ്പോ ലൈവ് പാട്ടുകൾ പാടുന്നില്ലേ? അത് ഗാനമേളകൾ അങ്ങനെ എന്തെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ? ഇടയ്ക്ക് എന്തെങ്കിലൊക്കെ ഫ്രണ്ട്സ് വിളിച്ച അങ്ങനെ എന്തെങ്കിലൊക്കെ ആയിട്ട് പോകാറുള്ളൂ. ഇങ്ങനെ ബാൻഡ് അങ്ങനെയൊന്നുമില്ല? എനിക്കായിട്ട് അങ്ങനെ ബാൻഡ് ഇല്ല. ആരെങ്കിലൊക്കെ വിളിക്കുമ്പോ കൂടെ പോകും. ഇപ്പോ ഇൻസ്റ്റഗ്രാമില് പാട്ടുകളൊക്കെ ഇട്ട് വൈറലായിരിക്കുകയാണല്ലോ. എങ്ങനെയാ ഫ്രണ്ട്സിന്റെ ഒക്കെ ഇടയിൽ? ഫ്രണ്ട്സിന്റെ കൂടെ നല്ല അഭിപ്രായമാണ്. ഇപ്പൊ എല്ലാരും അറിഞ്ഞു. ഞാൻ ആരും അങ്ങനെ അറിഞ്ഞണ്ടായില്ല എന്റെ ഫാമിലിയിലോ പുറത്തോ. ഇപ്പൊ ഈ പാട്ട് വയലായത് കൊണ്ട് എല്ലാവരിലേക്കും ഇത് എത്തി, കുറെ പേരിലോട്ടൊക്കെ എത്തി. അപ്പൊ അമ്മടുത്തൊക്കെ വന്ന് കുറെ പേരൊക്കെ ചോദിച്ചു ഇങ്ങനെ വയലായില്ല. അപ്പൊ അതൊരു സന്തോഷമാണ്. അതെ, ഈ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഈ കലാകാരന്മാർക്ക് എത്രത്തോളം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്? എന്തായാലും നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാകും. ഇപ്പൊ നമുക്ക് റീലിലൂടെ തന്നെ നമുക്ക് കുറെ പേര് സിനിമയിൽ കയറുന്നുണ്ട്. ഇപ്പൊ കോണ്ടന്റ് ക്രിയേറ്റ്, ഇപ്പൊ കോമഡി റീൽസ് ചെയ്യുന്ന ഇഷ്ടംപോലെ പേര് സിനിമയിലാണല്ലോ. ഇപ്പൊ പണ്ടെന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മൾ കുറെ ഓഡീഷൻ ഒക്കെ പോയിട്ട് കുറെ കിട്ടിയിട്ടാണ്. പക്ഷെ ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു റീല് ഇടുമ്പോ അത് തെറ്റായി കഴിഞ്ഞപ്പോ അടുത്ത ദിവസം തന്നെ സിനിമയിൽ തന്നെയാണ് അവര്. അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പൊ ബിസിനസ്സിനായാലും അത് നല്ലൊരു ഇതാണ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയാണ്. അപ്പൊ അതുപോലെ നമ്മൾ ഇതുപോലെ വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യണം, കോണ്ടന്റ് ഇപ്പൊ ബിസിനസ്സിന് വേണ്ടി മാത്രമായിട്ട്. അപ്പൊ അതുപോലെ അങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്ത് അവരുടെ സെയിൽസും നമുക്ക് കൂട്ടാവുന്ന ഒരു പ്ലാറ്റ്ഫോം. അങ്ങനെയാണ്. ഇപ്പൊ വരികൾ എഴുതുമ്പോ ഇലക്ഷൻ ടൈമിലൊക്കെ പല പാട്ടുകളുടെ പാരഡി പാട്ടുകൾ എഴുതാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടോ?
ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ എഴുതണത് അങ്ങനെ ആർക്കും അറിഞ്ഞൂടാ. ആക്ച്വലി ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞു തുടങ്ങിയത്. ഞാൻ പാടുന്നറിയാം, ഞാൻ എഴുതണത് എന്റെ വീട്ടില് മാത്രമേ അറിയുള്ളൂ. ഞാൻ പിന്നെ എഴുതി അങ്ങനെ വൈറലായപ്പോഴാണ് കൂടുതൽ ഇങ്ങനെ അന്വേഷിച്ചു വന്നത്. റിക്വസ്റ്റ് സോങ്സ് വരാറില്ലേ? അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന പാട്ട് ഏതാ? അതിൽ ഏറ്റവും കൂടുതൽ വന്ന പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പർദേശിയ കുറെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എനിക്കറിയാത്ത കുറെ പാട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് ഞാൻ തപ്പിപ്പിടിക്കണായിരുന്നു യൂട്യൂബിലൊക്കെ നോക്കി. ചിലത് ഇപ്പം ആൾക്കാർ കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിലാണ് കൂടുതലും ഞാൻ ചെയ്യാറ്. അതാണ് ആൾക്കാർക്ക് ചിലപ്പോ നിക്കുള്ളൂ. ആൾക്കാർ റീൽസ് നോക്കുകയാണെങ്കിൽ തന്നെ അറിയാത്ത പാട്ടാണെങ്കിൽ നിക്കൂല. നമുക്ക് ലേറ്റസ്റ്റ് കല്യാണി സോങ് ഉണ്ടല്ലോ, കല്യാണി അതിന്റെ ഹിന്ദി ചെയ്തിട്ടില്ലേ? അത് പാടാം. മായമോഹമാരനെ മാറിലലിഞ്ഞു ഞാൻ, മേഘത്തൂവൽ പൂവിതളാലെ പൊഴിയുമ്പോൾ, നിന്നെ തേടും മഴ പോലെ വഴിമഞ്ഞിൻ തൂവൽ നീയെ, മിഴിമൂടാതെ നോക്കുന്നു മായാതെ നേരങ്ങൾ നിന്റെ കൂടെ, നിന്റെ നുണക്കുഴി കണ്ടപ്പോ അടിവയറ്റിൽ മഞ്ഞുള്ള രാത്രി, നിന്റെ ചിരി അത് കണ്ടപ്പോ അയ്യോ നെഞ്ചിലൊരാതി. ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ ഇത്ര പെട്ടെന്ന് 5 മിനിറ്റ് പോലും തന്നില്ലല്ലോ ഞാൻ. അതെങ്ങനെ? അത് ഞാൻ ബുക്കിൽ എഴുതണത്, ഞാൻ ഫോണിൽ ടൈപ്പ് ചെയ്യാറില്ല. ബുക്കിൽ എഴുതിയിട്ട് ഞാൻ അത് അപ്പൊ തന്നെ കാണാൻ പഠിച്ചിട്ട് അപ്പൊ പറഞ്ഞതാണ്. ഞാൻ കുറച്ച് മറന്നു പോകും. ശരി, ഓക്കെ. ഇപ്പോ ഈ ഇങ്ങനെ പാട്ടുകളൊക്കെ ചെയ്തതിന് ശേഷം ലൈഫിൽ വന്ന മാറ്റങ്ങളില്ലേ, അതെന്തൊക്കെയാ? ലൈഫിൽ വന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സെലിബ്രിറ്റി ഫേമസ് ആയ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ചു നന്നായിട്ടുണ്ട് പറഞ്ഞ്. ചില ഡയറക്ടേഴ്സ് ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു വലിയ സാധനമാണ്. ഞാൻ ഇപ്പൊ അവർക്കൊക്കെ അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, റിപ്ലൈ ആയിട്ടുണ്ടായിരുന്നു. അവർ ഇങ്ങോട്ട് അയക്കുമ്പോ നമുക്കൊരു സന്തോഷമാണ്. ഇങ്ങോട്ട് എന്താ മെസ്സേജ് അയക്കുന്നത്? അല്ല, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, എന്തായാലും ഒരു ലിറിക്സിസ്റ്റ് എന്ന രീതിയിൽ ഇപ്പോ ഡ്രീം ഒരു പ്രോജക്റ്റ് ഉണ്ടാവുമല്ലോ, അതായത് എന്റെ വരികള് ഒരു സിനിമയിൽ വരണം, അത് ഇന്ന ആളെ കൊണ്ട് പാട്ട് പാടിക്കണം, അല്ലെങ്കിൽ ഇന്ന ആളെ കൊണ്ട് അത് കമ്പോസ് ചെയ്യിക്കണം എന്നുള്ളൊരു ഡ്രീം ഉണ്ടാവൂലേ? എനിക്ക് ജെയ്ക്സ് ബിജോ കമ്പോസ് ചെയ്ത ഒരു വരി എഴുതണമെന്നുണ്ട്. ആരെ കൊണ്ട് പാടിക്കാനാ താല്പര്യം? പാടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാ പൃഥ്വിരാജിനെ കൊണ്ട് പാടിക്കണമെന്നോ? ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ് പൃഥ്വിരാജ്. പുള്ളിയുടെ പാട്ട് ഇഷ്ടമാണോ? പുള്ളി പുതിയ മുഖത്തിലൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നല്ലോ, പുതിയ. പിന്നെ പുള്ളി വേറെ പാട്ട് പാടിയിട്ടുണ്ടോ? പടത്തില് മറ്റേ രണത്തിലൊക്കെ രണത്തിലൊരു പാട്ട് പാടി, രണത്തിലോ വേറെ ഏതൊരു പടത്തിലൊക്കെ. പിന്നെ മറ്റേ ഹൃദയത്തില് പാടിയാണ്. ഹൃദയത്തിലെ ഒരു പാട്ടുണ്ടല്ലോ, അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇവരിങ്ങനെ കോളേജിൽ പോണത് പൃഥ്വിരാജിന്റെ ഒരു വോയിസിൽ നമുക്ക് അടുത്ത് തന്നെ ഒരു പാട്ട് കേൾക്കാനായിട്ട് സാധിക്കുമോ? സാധിക്കട്ടെ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഫാമിലിയിൽ എങ്ങനെയാ ഇങ്ങനെ വരികളൊക്കെ എഴുതുമ്പോ ഫാമിലി സപ്പോർട്ട് എങ്ങനെയാ? ഫാമിലി നല്ല സപ്പോർട്ടാണ്. അമ്മയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് അറിഞ്ഞത് ഇങ്ങനെ വൈറലായതൊക്കെ. ഞാൻ അങ്ങനെ ആരോടും പറയൂലായിരുന്നു. ഞാൻ പുറത്തൊക്കെ അധികം സംസാരിക്കണ ഒരാളല്ല ഞാൻ. ഇൻട്രോവേർട്ട്. എനിക്ക് അടുപ്പുള്ളവരോട് ഞാൻ നന്നായിട്ട് സംസാരിക്കും. വീട്ടിലൊക്കെ പുറത്തുള്ളവരോട് ഞാൻ അധികം വലിയ സംസാരം നിൽക്കാറില്ല. എന്റെ ഫ്രണ്ട്സ് അവരോടൊക്കെ സംസാരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതാനായിരുന്നു ആർക്കും അറിഞ്ഞൂടാ. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അമ്മയൊക്കെ കണ്ട് ഇങ്ങനെ ചോദിക്കണത്. അപ്പൊ എപ്പോഴും ചോദിക്കും വീഡിയോ ഇട്ടില് എത്ര ഉണ്ട്, ലൈക്ക് എത്ര ഉണ്ട്, എത്രയാണ്, അങ്ങനെ കമന്റ്സ് വായിക്കും. ഇപ്പൊ എന്റെ പാട്ട് സ്ഥിരം വരുന്ന രാത്രി കേൾക്കും. മറ്റേ സരിഗമ മലയാളം രാത്രി കിടക്കുമ്പോ യൂട്യൂബിൽ നിന്ന് കേൾക്കും. എന്റെ കമന്റ് ഒക്കെ ഒന്ന് വായിക്കും. അപ്പൊ വീട്ടുകാർക്ക് ഇപ്പൊ ഒരു പ്രൗഡ് മൊമെന്റ് തന്നെ. അതെ അതെ അതെ. എന്താ തോന്നുന്നു ഇപ്പൊ? സന്തോഷമാണ്. കാരണം ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ ഇതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വർക്കായപ്പോ സന്തോഷമാണ് വീട്ടിലെല്ലാവർക്കും. അതെ, ഇനി ഭാവിയിൽ എന്താ ഒരു പരിപാടി? ഇത് തന്നെയായിട്ട് മുന്നോട്ട് പോകാനാണോ അതോ? ഭാവിയില് ഉണ്ട്, പാട്ടും സിനിമയില് കുറെ എഴുതണം എന്നാണ് ആഗ്രഹം. ഇപ്പൊ പെട്ടെന്നൊരു കോള് വരികയാണ്. ഇപ്പൊ ദീപക് ദേവിനെയാണല്ലോ ഇഷ്ടം, അദ്ദേഹത്തിന്റെ സിനിമയില് ഒരു വരികൾ എഴുതാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഫസ്റ്റ് ഒരു സന്തോഷം? അല്ലാണ്ട് നമ്മൾ പ്രതീക്ഷിക്കാണ്ട്. ഞാൻ ഒരു ലിറിക്സിസ്റ്റിന്റെ ഇതില് പുള്ളിയിട്ടുണ്ട്, ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്, വന്നാൽ കിട്ടുമെന്ന് അറിയില്ല. ആണല്ലേ? എത്രയും പെട്ടെന്ന് കിട്ടട്ടെ. പെട്ടെന്ന് അടുത്തൊരു സിനിമ വന്നിട്ട് എനിക്ക് തന്നെ ആദ്യം ഇന്റർവ്യൂ തരണം. ഉറപ്പായിട്ട് തരും. ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂ എടുത്ത ആളാണ്. അതെ അതെ.
ഓക്കെ, ഫോളോവേഴ്സിന്റെ ആവശ്യപ്രകാരം വന്ന പാട്ട് നമ്മുടെ പരദേശിയാണല്ലോ. ഞാൻ ഒരു റിക്വസ്റ്റ് തരട്ടെ, എനിക്കൊരു പാട്ട് പാടിത്തരോ? എനിക്ക് വേണ്ട പാട്ട് പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാ വസന്തം. അത് കറക്റ്റ് അറിഞ്ഞോളൂ, ഞാൻ കേട്ടിട്ടുണ്ട്. വേറെ തരും കേട്ടോ. വേറെ ഒന്നാരാഗം പാടി അത് പാടെ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുമ്പിൽ. പാടുവതൂരാഗം നീ തേടുവതൂരാഗമായി ദേവനുമനുരാഗിയാമമ്പലപ്രാവേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുമ്പിൽ. പാടുവതൂരാഗം നീ തേടുവതൂരാഗമ ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. ഇപ്പൊ ഏത് ടൈപ്പ് പാട്ടുകളാ കേൾക്കാറുള്ളത്? ഞാൻ കൂടുതലും മെലഡി സോങ്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ കേൾക്കണം. പഴയ പാട്ടാണോ പുതിയ പാട്ടാണോ? അതായത് ഈ തേരിറങ്ങു മുകിൽ അങ്ങനത്തെ കുറച്ച് സോങ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ പാട്ട് കേൾക്കുന്നത്. ഇപ്പോ ഒരു രാത്രി കിടന്നുറങ്ങുമ്പോ പെട്ടെന്ന് ഒരു പാട്ട് പറയുകയാണെങ്കിൽ ഉറക്കത്തിൽ പാടുന്ന പാട്ട് ഏതായിരിക്കും? ഈ ലേറ്റസ്റ്റ് ആയിട്ട് അഡിക്ഷൻ എന്നൊരു പാട്ട് ഏതാ? ലേറ്റസ്റ്റ് ആയിട്ട് അഡിക്ഷൻ പറയാനായിട്ട് ഈ ജൂണിലെ നിലാമഴയിൽ എന്ന് പറഞ്ഞ സോങ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടട്ടോ പാട്ട്. ആ പാട്ട് ഏത് ഉറക്കത്തിൽ പറഞ്ഞാലും പാടും. സ്ഥിരം വണ്ടിക്ക് അല്ലെങ്കിൽ മഴയത്തൊക്കെയാണ് ഈ പാട്ട് വെച്ചിട്ട് നല്ല. അതെ അതെ, ജൂണിലെ നിലാമഴയിലെ സുജാത ചേച്ചി നമ്മുടെ യേശുദാസ് ഏട്ടനാണ് പാടി. അതൊന്ന് പാടും. ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ, ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ, ഒരു ലോലമാം നറുത്തുള്ളിയായി, ഒരു ലോലമാം നറുത്തുള്ളിയായി നിന്റെ നിറുകിലുരുകുന്നതെൻ ഹൃദയം. ജൂണിലെ നിലാമഴയിൽ മഴയിൽ മഴയിൽ മഴയിൽ. ഞാൻ ആ പാട്ട് ഇങ്ങനെ, ഞാൻ ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്ന എപ്പോഴാണെന്നറിയോ? സരിഗമപ്പ റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നല്ലോ, അതില് നീലിമ എന്ന് പറഞ്ഞൊരു പാടുന്നതായിട്ടാ. ആ ടൈമിലൊക്കെ ഞാനിങ്ങനെ ഈ റിയാലിറ്റി ഷോസ് ഒക്കെ കാണുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ ഈ പാട്ട് പരിപാടി ITS സ്റ്റാർ സിംഗർ, ഈ പാട്ട് സരിഗമപ്പ ടോപ്പ് സിംഗർ അതൊക്കെ കാണുന്ന ആളാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ആ ഒരു കാലത്തിലേക്ക് തിരിച്ച് 2018 ആണ് ആ ഒരു 18 19 ഞാൻ അതൊക്കെ കാണാറുണ്ടായിരുന്നു. എനിക്ക് അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഞാൻ ഇത് പണ്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഈ ഇടയ്ക്കാണ് ഞാൻ ഇങ്ങനെ സ്പോട്ടിഫൈയിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോ ഞാൻ പിന്നെ അത് ആണ് ഫുള്ള് കേട്ടോണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇപ്പോ കമന്റ്സിലാണെങ്കിലും അല്ലെങ്കിൽ പുതിയ റീൽസിലൊക്കെ വരുന്നതാണ് ഈ പ്രൈവറ്റ് ബസ്സിലെ പാട്ടുകള്. പ്രൈവറ്റ് ബസ്സിൽ ചേട്ടന്മാർ വെക്കുന്ന പാട്ടുകൾക്ക് ഒരു പ്രത്യേക ഫീലാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് മറ്റേ റീൽസിൽ കണ്ടല്ലേ പെൺഡ്രൈവ് എടുത്തിട്ട് ഓടാൻ തോന്നുന്നുള്ള സാധനമൊക്കെ ഉണ്ടല്ലോ. അതെ, ഞാൻ ഇപ്പൊ 2 വീലറിനാണ് ഇപ്പൊ വർക്കിന് പോകാറ്. അതിന് മുമ്പ് ഞാൻ പ്രൈവറ്റ് ബസ്സിനായിരുന്നു. അപ്പൊ ഫുള്ള് കിടിലും പാട്ടൊക്കെ ആയിരിക്കും. ഞാൻ മെയിൻ ആയിട്ട് പോണ ഒരു ബസ് ഉണ്ടായിരുന്നു വൈറ്റിലേക്ക്. അപ്പൊ കിടിലും പാട്ടൊക്കെ ആയിരിക്കും മെയിൻലി. നല്ല സോണൊക്കെ ഇട്ട് പോവാൻ. ഞാൻ ഇപ്പൊ ഹെഡ്സെറ്റ് വെക്കാറില്ല. അത് ഞാൻ എങ്ങനെയാണ് കേട്ടോ, ഞാൻ വീട്ടിൽ പോകാൻ നേരത്ത് ഇങ്ങനെ പ്രൈവറ്റ് ബസ്സിലാണ് പോണെങ്കിൽ ദിലീപിന്റെ കൂടെ ചില പാട്ടേ മറ്റേ കരിമണി മുല്ലേ ചിത്തിരമുല്ലേ അങ്ങനത്തെ കുറെ. അതെ, അപ്പം ആ ബസ്സിലേന്ന് കേൾക്കുമ്പോൾ ഈ പാട്ട് ഇത്രയും സൂപ്പർ ആയിരുന്നു, അല്ലെങ്കിൽ ഇത്രയും നല്ല രസമുള്ള പാട്ടാണ്. അതെ, അതും കേട്ടുകൊണ്ട് ഇങ്ങനെ കാഴ്ചകൾ കണ്ട് സ്വപ്നം കണ്ടിരിക്കാൻ നല്ല രസം. അങ്ങനെ ഇപ്പം അതുപോലെ തന്നെ ദിലീപേട്ടന്റെ പാട്ട് പറഞ്ഞപ്പോ ഇന്ന് രാവിലെ ഞാൻ പാട്ട് കേട്ടിട്ട് ഇരിക്കുന്നതാണ്. അതായത് ഇപ്പൊ നമ്മുടെ രസികശ്രീയുടെ ബാൻഡില് മറ്റേ അവര് കർണാട്ടിക് മ്യൂസിക് എടുത്തിട്ട് പാട്ടൊക്കെ കപ്പ TV വന്നോണ്ടിരുന്ന പരിപാടിയായിരുന്നു. അപ്പൊ അത് കേട്ടിട്ടാണ് രാവിലെ ഞാൻ കൗസല്യ സുപ്രജ ഇരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ആ പാട്ടിന്റെ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വെക്കുന്നത് ഈ നമ്മുടെ ഇതുണ്ടല്ലോ മറ്റേ
ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലെ പനി നീർപ്പുഴയും ആ പാട്ട് എനിക്ക് പാടിത്തരും. ഒരു തിനവയിൽ ഞാൻ വേണമെങ്കിൽ മറ്റേ ദിലീപിന്റെ അടുത്തുള്ള തേരിറങ്ങുമെങ്കില് അത് നമ്മൾ ആദ്യം പാടി, അത് പാടിയ തുടക്കത്തിൽ അതാ പാടിയ. ഏതേതോ ഗന്ധർവന്റെ ഓടപ്പുൽത്തണ്ടിൽ പാടാം പതിയേ നക്ഷത്രങ്ങൾ നാണം കൊള്ളും മാണിക്കക്കാറ്റിൽ പാടാ നിനക്കാൽ ഒരു കാതിൽ കാറ്റായി മെല്ലെ കാതിൽ ചൊല്ലാമോ ഒരു കണ്ണീർ മുത്തായി നിന്നെ താരാട്ടാമോ ഒരു കിന്നരഗാനം മൂളിയൊളിക്കും കുയിലിനു വേണ്ടി പാടാം അമ്പിളിമാനത്തന്തി നിലാവേ പോലെ ഒരു കുമ്പിളി നിറയെ കൂവളമുട്ടുകൾ കോർത്തുമെടഞ്ഞതു നീട്ടാം കൈതവരമ്പത്തിത്തിരി നേരം നിൽക്കാം. ഉദിത് നാരായണന്റെ പാട്ടുകൾ ഇഷ്ടമാണോ? ഞാൻ കേട്ടിട്ടുള്ളതുണ്ടല്ലോ, ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് ഉദിത് നാരായണൻ ആവുന്ന, അങ്ങനെയുണ്ടോ? ശരിയാ, ട്രൈ ചെയ്യാറുണ്ടോ അങ്ങനെ? ഞാൻ ഈ പാട്ട് അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പാടി. അതായത് ഒരു ദിവസം പനി പിടിച്ചിറങ്ങുന്ന ടൈമില് വെറുതെ ഇങ്ങനെ പാടി, അപ്പൊ ആ ഒരു സൗണ്ട് പോലെ വരും. പക്ഷെ ഒരു ഡിഫറെന്റ് ഒരു വോയിസ് ആണല്ലോ. അതെ അതെ. ഇപ്പൊ ഈ പാട്ടൊക്കെ പാടുന്നവര് പലതരത്തിലുള്ള എന്താ ഐസ്ക്രീം കഴിക്കാറില്ല, ചൂടുവെള്ളം മാത്രമേ കുടിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും? ഞാൻ ഇതെല്ലാം കഴിക്കും. ഐസ്ക്രീം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് വെഡിങ് അങ്ങനെയൊക്കെ പോകുമ്പോഴായിരിക്കും ഐസ്ക്രീം കഴിക്കാറില്ല, അല്ലാണ്ട് കഴിക്കാറില്ല. എല്ലാരും കഴിക്കും. പിന്നെ എരിവ് കഴിക്കാൻ പാടില്ലെന്ന് പറയാറുണ്ട്, അതൊക്കെയാണെങ്കിൽ അച്ചാറൊക്കെ നല്ലോണം. ഓക്കെ, അപ്പം ഒരു 5 വർഷത്തിന് ശേഷം ഒന്ന് പിന്നോട്ട് നോക്കുമ്പോൾ എന്തായിരിക്കും തോന്നുക? 5 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ 5 വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു പൊസിഷനിൽ എത്തുമല്ലോ, എന്താവണം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നാ? ഒരു സിനിമയിൽ തന്നെയാണ്, ലിറിക്സ് എഴുതണം, പാട്ടാണെന്നുണ്ട്, ആക്ട് ചെയ്യണമെന്നുണ്ട്. അഭിനയം കൈവശമുണ്ടോ? കൈവശമെന്ന് വെച്ചാൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് എന്റെ ഫ്രണ്ടിന്റെ ഒപ്പം ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ റീലൊക്കെ ചെയ്യുമായിരുന്നു. അതായത് അപ്പൊ അവനിങ്ങനെ അഭിനയിക്കണോന്നൊക്കെ പറഞ്ഞിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ കോണ്ടന്റ് ആക്കി ചെറിയ സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഞാനവരോട് ചുമ്മാ അങ്ങനെ കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ ഞാൻ ഇൻസ്റ്റ നോക്കി കഴിഞ്ഞപ്പോ അഭിനയത്തിന്റെ ഒരു പൊട്ടും പൊടിയും പോലും അവിടെ എവിടെയും കണ്ടില്ല. ഞാൻ അത് ഞാൻ കളഞ്ഞു. അതെന്താ കളഞ്ഞത്? ഞാൻ ഇത് റീച്ച് ആയി തുടങ്ങിയപ്പോ ഇനി വെറുതെ എന്തിനാ കുത്തിപ്പൊക്കുന്നതെന്ന് വെച്ചിട്ടാണ്. പക്ഷെ ഒരെണ്ണം കിടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കണ്ടില്ല. അടിയിലോട്ട് ഞാൻ കൊറേ പോയി. ഞാൻ നോക്കുമ്പോ ആദ്യം ഒക്കെ പാട്ട് പാടിയിരിക്കുന്നതാണല്ലോ ഇട്ടിരിക്കുന്നത്, പിന്നീടാണ് വരികളുടെ കാര്യം പറഞ്ഞത്. പിന്നെ ഞാൻ താഴേക്ക് ചിലപ്പോ കളഞ്ഞുണ്ടാവും. അതെ, വെറുതെ ആൾക്കാർ. ഓക്കെ. അപ്പൊ ഇനി ഭാവിയിലേക്കുള്ള ഒരു തുടക്കം ഇവിടെ തന്നെ ആയിക്കോട്ടെ അല്ലെ? അതെ. അപ്പൊ എന്തായാലും ഇവിടം വരെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി അവസാനമായിട്ട് ഈ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അതായത് എന്റെ ഫോളോവേഴ്സിനോടാണ് കാര്യം പറയണത്. കാരണം വെച്ച് കഴിഞ്ഞാല് എന്നെ അറിയാവുന്നവരെക്കാളും കൂടുതൽ അറിയാത്തവരാണ് എന്നെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തത്. അപ്പൊ അവരോട് എല്ലാവരോടും താങ്ക്സ് ആണ്. കാരണം നിങ്ങളാണ് എന്നെ ഇപ്പൊ ഇവിടെ ഇരുത്തിയേക്കണതിന് കാരണം നിങ്ങളാണ്. അപ്പോൾ എല്ലാവരോടും താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും നല്ല നല്ല പ്രോജക്റ്റ് ഇട്ടിട്ടെ, ഡ്രീം പ്രോജക്റ്റ് ആയിട്ടുള്ള ദീപക് സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ, സിനിമയിൽ എത്തട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങൾ ടീമും ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.